ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്ന വാക്കുകൊണ്ട് തന്നെ എടാ കൃഷ്ണ എന്നും വിളിക്കാം. മുഖം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഹനുമാന്റെ മുഖമായിട്ട് തോന്നും. നല്ല ബ്രാസിലുണ്ടാക്കി വെച്ച പോലെ. എന്തിനു താടി വളർത്തണം? ഇവിടുത്തെ അയ്യപ്പനെ കാണാൻ പോണ ഷേവ് ചെയ്തിട്ടാണ്, ശാസ്താംഗമില്ല. അപ്പോൾ പിന്നെന്താ? അടികൊണ്ട വേദന കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, പറയാനല്ലേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സാന്നിധ്യവും കാണിച്ചു താന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനേ പറ്റൂ. സാന്നിധ്യം ഇവിടെ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. ഇതുപോലെയൊന്ന് വേഷം കെട്ടി നടക്കണമെങ്കിൽ അവനും കൂടെ തോന്നണം. അതിനുള്ളൊരു തൊലിക്കെട്ടി ചിലപ്പോൾ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട്. നന്ദമൂരി ബാലകൃഷ്ണ ഇപ്പൊ ഒരു പടത്തിന് ഇത് വെച്ചിട്ടുണ്ട്, അഖണ്ഡ. അപ്പൊ അവരെല്ലാം പറയണം ബാലയ്യ വെച്ചതാണ്, ബാലയ്യ വെച്ചതാണെന്നാണ് പറയുക. ബാലയ്യ വെച്ചത് ഇപ്പോഴാണ്, ഞാൻ വെച്ചത് ഇപ്പോൾ 8 വർഷത്തിന് മേലെയായി. സുരേഷ് ഭക്തനാണ്. ആ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടില്ലാത്തടത്ത് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രാധാന്യമുള്ളതാണെങ്കിൽ സുരേഷിൻ്റെ അടുത്ത് പറയാറുണ്ട്, സുരേഷ് ആ ഭാഗത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കയറണം കേട്ടോ എന്ന് പറയാറുണ്ട്. RSS എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസിപ്ലിൻഡ് ഒരു സംഘടനയാണത്. എനിക്കൊക്കെ കുറച്ച് അന്നത്തെ കാലത്ത് കുറച്ച് ഡിസിപ്ലിൻ വന്നതെങ്കിലും അതിൽ പോയിട്ടായിരിക്കണം. ജനത്തിനെ സേവിക്കണം എന്നുണ്ട്. അതിപ്പോൾ BJP-യുടെ പ്രവർത്തകനായിട്ട് തന്നെ വേണം നിർബന്ധമില്ലല്ലോ ജനത്തിനെ സേവിക്കുക. BJP എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് അങ്ങനെ അധികം ഇല്ല. ഇപ്പം അടുത്ത ജന്മം എന്താവണമെന്ന് ചോദിച്ചാലും ഒരു നടൻ തന്നെ ആവണമെന്നേ പറയും.